ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPIMന് ഭിവാനി എന്ന നിയമസഭാ സീറ്റ് വിട്ടുകൊടുത്തിരുന്നു. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPIMൻ്റെ ഒരു നേതാവ് പോലും, ദേശീയ നേതാവ് പോലും പ്രചരണത്തിനെത്തിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്നും കേവലം 2 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ് ഭിവാനി. അവിടെ മത്സരിക്കുന്നത് CPIMും BJPയും നേർക്കുനേരാണ്. കോൺഗ്രസ് നേതാക്കൾ അഹോരാത്രം പണിപ്പെടുകയാണ് ഓരോ സീറ്റും വിജയിപ്പിച്ചെടുക്കാൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിരവധിയായ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വന്നു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സംഘട്ടനത്തിനിരയായി ആശുപത്രിയിൽ ആയ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്നിട്ട് CPIMൻ്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ ഭിവാനി മണ്ഡലത്തിൽ CPIMന് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തിനധികം പറയുന്നു, CPIM ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പോലും പരാമർശം പോലും നടത്തിയിട്ടില്ല. അവർക്കെല്ലാം രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് അടിച്ചു തകർക്കുന്നതിൽ, അതുപോലെ വാഴ കൊണ്ടുവന്ന് വെച്ച് എന്തോ വലിയ സംഭവം കാണിച്ചു എന്നൊക്കെ കാണിക്കുന്നതിൽ വലിയ മതിപ്പാണ്. ആമസോൺ കാടുകളിൽ തീ പിടിച്ചാൽ പോലും വലിയ രീതിയിൽ ഡൽഹിയിൽ പ്രതിഷേധം കാണിക്കുന്ന ചില CPIMൻ്റെ കപട നേതാക്കന്മാരുണ്ട്. വാസ്തവത്തിൽ അവരെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ. നിലവിൽ CPIMന് 4 MP ലോക്സഭയിലുള്ളത്. രാജ്യസഭയിലും MP ജോൺ ബ്രിട്ടാസിനോ അല്ലെങ്കിൽ ഈ ലോക്സഭയിലേക്ക് ജയിച്ചു പോയ MP ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിക്കണം, രാജ്യ തലസ്ഥാനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹരിയാനയിലെ ഭിവാനി മണ്ഡലത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ അവിടെ CPIMനെതിരെ മത്സരിക്കുന്ന BJPയാണ്. BJPക്കെതിരെ ഒരു ചെറുൽ വിരൽ പോലും അനക്കരുത് എന്നതാണ് പിണറായി വിജയൻ്റെ ലൈൻ. അതിനായി ഒരിക്കലും CPIMൻ്റെ നേതാക്കൾ ആരും തന്നെ BJPക്കെതിരെ വരില്ല. BJPയുടെ നേതാക്കളെയോ BJPയുടെ പ്രവർത്തനത്തെയോ തൊടാനല്ല കേരളത്തിലെ CPIM പ്രവർത്തിക്കുന്ന. വാസ്തവത്തിൽ BJPയെ വളർത്താൻ, BJPയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇവർ അഹോരാത്രം പ്രയത്നിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അല്ല എതിരാളി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുക, ഡീലുണ്ടാക്കുക. അതുകൊണ്ട് കോൺഗ്രസ് കൊടുക്കുന്ന സീറ്റുകൾ, CPIMന് നൽകുന്ന സീറ്റുകളിൽ പ്രചരണം നടത്താൻ പോലും CPIM നേതാക്കൾക്ക് താല്പര്യമില്ല. കാരണം അവർ BJPക്കെതിരെ പ്രചരണം നടത്തിയാൽ BJPക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, BJP എന്തെങ്കിലും രീതിയിൽ അവർക്കെതിരെ തിരിഞ്ഞാലോ എന്ന ഭയമാണ്. എന്നിട്ട് SFIയിലെ കുട്ടി നേതാക്കന്മാർ മതേതരത്വമൊന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കൃത്യമായി പറയട്ടെ, ഇന്ത്യയെക്കുറിച്ചോ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ലാതെ ഇറങ്ങുന്ന SFIക്കാരോട് എന്ത് പറയാനാണ്? അക്രമ രാഷ്ട്രീയം മാത്രമാണ് SFI നേതാക്കൾ നാളിതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനപ്പുറവും SFI ചെയ്തില്ലെങ്കിലേ സംശയമുള്ളൂ. CPIയുടെ യുവജന പ്രസ്ഥാനമായ ASFലെ എത്ര തവണ അവരുടെ നേതാക്കളെ SFI നേതാക്കൾ ആക്രമിച്ചിട്ടുണ്ട്. SFI നേതാക്കൾ അവർക്കെതിരെ ശക്തമായി തെറിവിളി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിലെ കാര്യം മാത്രമല്ല, ദേശീയ തലത്തിൽ എവിടെ നോക്കിയാൽ CPIMനെ കൃത്യമായും BJPയും BJPയെ കൃത്യമായി CPIM വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു നീക്കമാണ് കാണുന്നത്. അതിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരള ഘടകമാണ് ദേശീയ തലത്തിൽ CPIM എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ CPIM എന്ന് പറയാൻ മാത്രം രാഷ്ട്രീയപരമായ ഒരു നേട്ടവും അവർക്കില്ല. അവർക്കറിയാം ഇത് വെറും ഒരു സംസ്ഥാന പാർട്ടിയാണ്. ദേശീയ പാർട്ടിയുടെ പദവിയൊക്കെ നഷ്ടപ്പെട്ടു എന്നേ. അതുകൊണ്ട് തന്നെ ഇനി CPIM എന്ന് പറഞ്ഞാൽ മൂല്യച്യുതി നഷ്ടപ്പെട്ട കുറേയധികം ആളുകളുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്, ഒരു കോക്കസ് മാത്രമാണ്.